സുഹൃത്തുക്കളെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ അതിനെ വെരി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്താ കാര്യം നോക്കൂ, വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെ പറയുന്നു കേൾക്കാം. എല്ലാ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് ഉണ്ടാവും. പക്ഷെ ഇത് അതിലും കവിഞ്ഞ് അവിടെ പൈസ വരികയും ആ പൈസ വ്യക്തികൾ കേന്ദ്രീകരിച്ച് ആ പൈസയെ അവിടെ നിന്ന് കൊള്ളടിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 കോടി രൂപയോളം അനധികൃതമായിട്ട് അവർ സമ്പാദിച്ചു, അതായത് വ്യക്തികൾ സമ്പാദിച്ചു എന്ന് വേണം പറയാൻ. ഒടച്ചോനെ, BJPയുടെ ഒരു മനുഷ്യനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി. ഇദ്ദേഹം ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 25 കോടിയോളം രൂപ ഓഫീസിലേക്ക് എത്തുകയും അത് പിന്നീട് ആരൊക്കെയോ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തു എന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. ഇതുവരെയായിട്ടും ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് BJPക്കാരും ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ആരും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നു വെട്ടിലായി BJP എന്നൊക്കെ. വെട്ടിലായി BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ ഇതിനെ കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂരിലെ ഓഫീസിലെ CCTV കാണാതായത്ര. പാർട്ടി ഫണ്ടിൽ നിന്ന് നേതാക്കൾ ലോൺ തിരിച്ചടച്ചു. സംസ്ഥാന അധ്യക്ഷന് മുന്നിൽ പരാതികൾ. എന്തിനാണ് ഈ പരാതികൾ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എത്ര വൃത്തിയായിട്ടാണ് അവർ പെരുമാറിയെന്ന് ആലോചിച്ചോക്കെ. പൈസ എടുത്തിട്ട് എന്തെങ്കിലും അനധികൃതമായ കാര്യങ്ങൾ ചെയ്തോ? എന്തെങ്കിലും രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തോ? നോക്കൂ, 25 കോടി ഇലക്ഷൻ ഫണ്ടായിട്ട് വന്ന 25 കോടി. അതൊന്നും ഇവിടെ വേണ്ട എന്ന് അവർക്ക് അറിയാം. 25 കോടി ഒന്നും ചെലവാക്കാനില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും ചെലവാക്കരുത്. 25 കോടി ഒന്നും ഒരു ഇലക്ഷന്റെ പേരിൽ നാട്ടിൽ വെറുതെ ഈ പശുവും പട്ടി മൂത്രം ഒഴിച്ചു പോകാനും തിന്നു പോകാനും മാത്രമായിട്ട് ഈ ചുമരുമ പോസ്റ്റ് ഒട്ടിക്കുക, വെറുതെ മഴയത്ത് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് കുറെ ചുമരെഴുത്ത് എഴുതുക, കോഴിക്കോടിന് വിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ഫ്ലെക്സ് അടിച്ചുണ്ടാക്കുക, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോ ഒരു ഉപകാരവും ഇല്ലാതെ പോകുന്ന പൈസയാണ്. അങ്ങനെ എത്ര ലക്ഷങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, BJP ആവട്ടെ, ഇനി ആരെങ്കിലൊക്കെ ഉണ്ടോ? 2020 ആവട്ടെ, എത്ര കോടികളാണ് ഇവർ ഇറക്കുന്നത്. ഈ കോടികളൊക്കെ ഒരാൾക്കും ഒരു മനുഷ്യ കുഞ്ഞിന് ഉപകാരമില്ലാതെ പോവല്ലേ? അപ്പൊ എന്ത് ചെയ്തു? മനസ്സിലായത്തോളം പാർട്ടി ഫണ്ടിൽ നിന്ന് നേതാക്കൾ ലോൺ തിരിച്ചടച്ചു. ഇപ്പൊ ഞാൻ പറയുന്നില്ല കേട്ടോ, റിപ്പോർട്ടർ ചാനലിന്റെ ഒരു സംഗതിയാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. കാരണം പാർട്ടി ഫണ്ടിൽ നിന്ന്, പാർട്ടി ഫണ്ടാണ് ഈ BJP ഇലക്ഷൻ ഫണ്ടായിട്ട് വന്ന ഫണ്ടാണ്. എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ കൊടുത്ത പൈസ അല്ലല്ലോ, BJPക്കാരിൽ നിന്ന് തന്നെ പിരിച്ചുണ്ടാക്കിയതും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനിക്കാരിൽ നിന്നും BJP പിരിച്ചുണ്ടാക്കിയ പൈസ അല്ലേ? ആണല്ലോ അല്ലേ? വൻ തുക ഇവര് കമ്പനികളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അത് മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും നല്ലതുപോലെ വാങ്ങിക്കുന്നുണ്ട്. അതിനെ ഇലക്ട്രൽ ബോണ്ടൊന്നും പല പേരിലൊക്കെ വിളിക്കപ്പെടുന്ന സംഗതിയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇങ്ങനെ കിട്ടുന്ന പൈസ ഏകദേശം 25 കോടി രൂപയാണ് മുമ്പിൽ വന്ന് കിടക്കുന്നത്. ആ പാർട്ടിയിലുള്ള പല ആൾക്കാർക്കും ലോൺ അടച്ചു തീർക്കാനുണ്ട്. ജീവിതം ദുരിതാണെന്നേ. ഒന്ന് ആലോചിച്ച്, ജീവിതം ദുരിതത്തില, പണമില്ല, പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നു. അപ്പോഴാണ് കയ്യിലേക്ക് 10-15 കോടി രൂപ കയ്യിലേക്ക് വരുന്നത്. അവരെന്ത് ചെയ്തു? അവരെ ലോണുകളൊക്കെ അടച്ചു തീർത്തു. ലക്ഷങ്ങളുള്ള ലോണുകളൊക്കെ അവർ അടച്ചു തീർത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് എത്ര നല്ല കാര്യമാണ്. അവർക്ക് കുടുംബം വഴിയാതരാവേണ്ട ആവശ്യമില്ലല്ലോ. ടെൻഷൻ അടിച്ചിട്ട് എങ്ങനെ ലോണ് വീട്ടുമെന്ന് ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിച്ച് നടക്കേണ്ട വല്ല അവസ്ഥയും അവർക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തതിനെ എന്തിനാണ് കുറ്റം പറയുന്നത്? ഇപ്പൊ ആ വന്ന് സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക മനുഷ്യൻ, ആ പഴയ ഒരു സെക്രട്ടറി, അയാൾ എന്തിനെങ്ങനെ കുറ്റം പറയാൻ കൊടുത്തിരിക്കുന്നത്? നല്ല കാര്യല്ലേ? അയാൾക്ക് കിട്ടിയില്ല, അതാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായതാ, അദ്ദേഹത്തിന് പൈസ കിട്ടിയില്ല. അദ്ദേഹത്തിന് പൈസ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ മിണ്ടുമായിരുന്നില്ല. ഇനി ഒന്ന് കേൾക്കാം കേട്ടോ. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ
തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദൈവം ഇത് നമ്മളെ വലിച്ചിട്ടതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എന്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹം. അതായത് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റക്സിനുണ്ട്. അത് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിറ്റക്സിന്റെ മുതലാളി എവിടേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നാണ് ഇപ്പോൾ 2020 നേതാവായിട്ട് മത്സരിച്ച എന്ന ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇയാളിപ്പോൾ കുടുങ്ങി പണ്ടാറടക്കി കിടക്കുകയാണ്. കാരണം BJPക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാർക്ക് ഈ രാഗി കെട്ടിയവന്മാരോട് BJPക്കാരോട് അത്ര നല്ലൊരു മനോഭാവമല്ല ഉള്ളത്. ഇവ നമ്മുടെ ചില ആളുകളിൽ BJPക്കാരായതുകൊണ്ട് മാത്രം വിവാഹം കഴിയാതെ പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇത്ര. അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ആണോ അല്ലെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. ഇവിടെ എന്താണ് ചെയ്തത്? ഇപ്പതാ ഇയാളിരുന്ന് കരയുന്നു. അഖിൽ മാരായിരുന്നിട്ട് ഗംഭീര കരച്ചിൽ. അഖിൽ മാരാര് തൻ്റെ ബൈക്ക് 20 ലക്ഷത്തിൻ്റെ ഏതൊരു BMW ബൈക്ക് 10 ലക്ഷത്തിന് വിറ്റിട്ടാണ് അത്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ആ പൈസ തിരിച്ചു കൊടുത്തു അത്ര. പക്ഷെ ഇദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതാച്ച് കിട്ടിയില്ല. BJPയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഇയാൾക്ക് BJPയിൽ നിന്ന് കുറെ പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അഖിൽ മാരാറിനെ പല പരിപാടിക്കും വിളിക്കുന്നില്ല. 2 കാര്യമാണ്. ഒന്ന്, പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് കാരണം കൊണ്ട് അഖിൽ മാരാറിനെ പരിപാടിക്ക് വിളിക്കുന്നില്ല. 2, ഇയാളൊരു വർഗീയവാദിയുടെ ഒപ്പം നിന്നു, അല്ലെങ്കിൽ വർഗീയവാദികൾക്കൊപ്പം നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കും RSSനൊപ്പം നിന്നു എന്ന കാരണം കൊണ്ടും ഇപ്പോൾ അഖിൽ മാരാർക്ക് വർക്കൊന്നും കിട്ടുന്നില്ല. ഒരു വർക്കിന് 1 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ സമ്പാദിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതാ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം 1, 1.5, 2 ലക്ഷമൊക്കെയാണ് ഇയാളോരോ ഉദ്ഘാടനത്തിനും മറ്റൊക്കെ വാങ്ങിച്ചിരുന്നത്. മനസ്സിലാക്കണം. എടോ, ഒരു ദിവസം 2 ഉദ്ഘാടനം കിട്ടിയാൽ പോരെ. രാവിലെ 10 മണിക്കൊരു ഉദ്ഘാടനം, വൈകിട്ട് 5 മണിക്കൊരു ഉദ്ഘാടനം. വീട്ടിലേക്ക് വരുമ്പോൾ 3-4 ലക്ഷം റുപ്യ വന്നൂടെ? ചില്ലറ പരിപാടിയാണോ? അല്ലേ? വണ്ടർ പരിപാടിയല്ലേ? ഭയങ്കര രസകരമായ പരിപാടിയല്ലേ? അതങ്ങോട്ട് നിന്നു എന്നുള്ളതാണ്. അത് നിന്നു, കുളമായി. അതിൻ്റെ സങ്കടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കുള്ളത്? അഖിൽ മാരാർക്കുള്ളത്. ഒപ്പം തന്നെ അഖിൽ മാരാർക്ക് വേണ്ടത് കിട്ടിയില്ല. എന്താ വേണ്ടത് കിട്ടാത്തത്? പൈസ കിട്ടിയില്ല. അല്ലാതെ കരച്ചിൽ വേറെ ഒന്നുമില്ല. നല്ലതുപോലെ പണവും മറ്റൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അഖിൽ മാരാരും കരയില്ല. പ്രിയപ്പെട്ട സാബു ജേക്കബിന്റെ മറുപടി ശ്രദ്ധയിൽപ്പെട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് BJPയുടെ കേന്ദ്ര നേതാക്കന്മാരോടും സംസ്ഥാന നേതാക്കന്മാരോടുമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, തൃക്കാക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഖിൽ മാരാരും സാബു ജേക്കബും തമ്മിലുള്ള കടിപിടി, അടിപിടി, കരച്ചിൽ. സാബു ജേക്കബ് പറയുന്നത് അഖിൽ മാരുടെ കണ്ണീര് സഹിക്കാൻ വയ്യാതെയാണ് സീറ്റ് കൊടുത്തതെന്നാണ്. ഇദ്ദേഹമാണെങ്കിൽ പറയുന്നത് ഞാൻ ചോദിച്ച സീറ്റല്ല എനിക്ക് തന്നതെന്നും പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അവന്മാര് എന്തെങ്കിലൊക്കെ ആവട്ടെ. സംഗതി എന്തായാലും അഖിൽ മാരാർ തോൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അയാൾ തോറ്റിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം ഭയങ്കര ബോറാകുമായിരുന്നു. 2020 ഇറക്കിയ സ്ഥാനാർത്ഥികളൊക്കെ 5 പൈസയ്ക്ക് രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകളായിരുന്നു. 4 പേർക്ക് എന്തെങ്കിലും വീട് വെച്ച് കൊടുക്കുന്നതാണ് രാഷ്ട്രീയം എന്നൊക്കെ വിചാരിച്ചിറക്കുന്ന ആൾക്കാരാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ബോധമില്ലാത്ത ആ ടീമിനെ എന്തായാലും തോൽപ്പിച്ചത് ഗംഭീരമായി. പക്ഷേ ഈ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഒപ്പം BJPക്കാരോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. അവർ ചെയ്ത് നല്ല കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കിട്ടിയ പൈസ വെറുതെ പൊട്ടടിക്കാതെ, അല്ലേ, വെറുതെ കള്ളും കുടിച്ചിട്ടും മറ്റൊന്നും കളയാതെ അവർ കൃത്യമായിട്ടും അവർ വീടിനും മറ്റുമൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിൽ എനിക്ക് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വെറുതെ നോട്ടീസ് അടിച്ചിട്ട്, വെറുതെ ഫ്ലക്സ് അടിച്ച്, വെറുതെ നാട്ടുകാർക്ക് കൊടുത്തിട്ട്, വെറുതെ കള്ള് വാങ്ങിച്ചു കൊടുത്ത് നാശാവുന്ന പൈസ അവരവരുടെ ജീവിതോപകാരത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നുള്ളതാണ്. നമ്മൾ അഭിനന്ദിക്കല്ല അവരെ വേണ്ടത്. അല്ല ചേട്ടന്മാരെ, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയേക്ക്. ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടാ പറയും. ബൈ.